കോഴിക്കോട് AI സാങ്കേതിക വിദ്യയിലൂടെ പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി കൗശൽ ഷായെ കോടതി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് CGM കോടതിയാണ് പ്രതിയെ ഈ മാസം 31 വരെ റിമാൻഡ് ചെയ്തത്. 3 ദിവസം സൈബർ പോലീസിന് ചോദ്യം ചെയ്യാനും അനുമതി ലഭിച്ചു. തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി കൗശൽ ഷായെ ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് കോഴിക്കോട് എത്തിച്ചത്. കോഴിക്കോട് CGM കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്കായി സൈബർ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. എന്നാൽ ഈ മാസം 26 മുതൽ 28 വരെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ അനുമതി നൽകി. കൗശൽ ഷായെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് കോഴിക്കോട് സൈബർ CI ദിനേശൻ കോറോത്ത് പറഞ്ഞു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ ഒരാളെയും കൂടി പറയുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ കേസിലേക്ക് ഇതുവരെ അതിനുള്ള ഡയറക്റ്റ് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു കക്ഷിയെ ഇപ്പം അറസ്റ്റ് ചെയ്ത പ്രതികൾ പറയുന്നുണ്ട്. അയാളുടെ ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൗശൽ ഷാനെ കൂടെ ചോദ്യം ചെയ്താൽ കിട്ടുന്നതാണ് നമ്മളെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ആദ്യ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് ഇത്. കൂട്ടുപ്രതികളായ 3 പേരെ പിടികൂടിയതിൽ നിന്നാണ് പ്രധാന പ്രതിയായ കൗശൽ ഷായെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. പ്രതി മറ്റൊരു കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്നതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനോ കേരള പോലീസിന് ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല. കോഴിക്കോട് പാലാഴി സ്വദേശിയായ K രാധാകൃഷ്ണനാണ് തട്ടിപ്പിന് ഇരയായത്. അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട 40,000 രൂപ ഒരാഴ്ച മുമ്പ് രാധാകൃഷ്ണന് തിരികെ ലഭിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.